തെന്നിന്ത്യൻ സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത മുഖമാണ് സൗന്ദര്യയുടേത്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുകയാണ് സൗന്ദര്യത്തെ തേടി മരണമെത്തിയത്. 2004 ഉണ്ടായ വിമാനാപകടത്തിലാണ് താരം മരണപ്പെടുന്നത്. സൗന്ദര്യയുടെ മരണശേഷം 22 വർഷം ഇപ്പുറം സൗന്ദര്യ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളാണ് വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം സൗന്ദര്യയുടെ മരണത്തിന് ഉത്തരവാദിയായി തെലുഗു വെറ്ററൻ താരം മോഹൻ ബാബുവിന്റെ പേരാണ് ആരോപിക്കപ്പെടുന്നത്. സാമൂഹ്യ പ്രവർത്തകനായ ചിറ്റിമല്ലുവാണ് മോഹൻ ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആന്ധ്രയിലെ ഖമ്മം ജില്ലാ പോലീസ് മേധാവിക്കാണ് സാമൂഹ്യ പ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത്. സൗന്ദര്യയുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സൗന്ദര്യയുടെ ശംസാബാദിലെ 6 ഏക്കർ ഭൂമി വിൽക്കാൻ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സൗന്ദര്യയും സഹോദരനും വിൽക്കാൻ ഒരുക്കമായിരുന്നില്ല. സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ ബാബു കരസ്ഥമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മോഹൻ ബാബുവും പരാതിയോട് പ്രതികരിച്ചിട്ടുമില്ല. 2004 രാജ്യത്തിനടുക്കി സൗന്ദര്യയുടെ മരണം സംഭവിക്കുന്നത്. ബാംഗ്ലൂരിന് സമീപം ജക്കൂർ എയർസ്ട്രിപ്പിൽ വച്ചാണ് സൗന്ദര്യ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത്. ബിജെപിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന വഴിയായിരുന്നു അപകടം. താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. സൗന്ദര്യക്കൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടിയും പൈലറ്റ് ജോയ് ഫിലിപ്സും BJP നേതാവ് രമേശ് കാദമും വിമാനത്തിലുണ്ടായിരുന്നു. പറന്നുയർന്ന നിമിഷങ്ങൾക്കൊപ്പം വിമാനം അപകടത്തിൽപ്പെടുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അതോടെ സൗന്ദര്യയും സൗന്ദര്യക്കൊപ്പം ഉണ്ടായിരുന്നവരും മരണപ്പെട്ടു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. മരിക്കുമ്പോൾ സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താരം തന്റെ 30കളിലേക്ക് കടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കരിയറിന്റെ പീക്കിൽ നിൽക്കിയാണ് അപകടമുണ്ടാകുന്നത്. തെലുഗു സിനിമകളിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലുമെല്ലാം അഭിനയിച്ച് തെന്നിന്ത്യയാകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സൗന്ദര്യ. തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിരുന്നു. അമിതാഭ് ബച്ചന്റെ നായികയായി ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1999 പുറത്തിറങ്ങിയ സൂര്യവംശത്തിലൂടെയാണ് സൗന്ദര്യ ബോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുന്നത്. ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെ മലയാളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൗന്ദര്യക്ക് സാധിച്ചിരുന്നു. ജയറാമിന്റെ നായികയായി അഭിനയിച്ച യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രവും കയ്യടി നേടിയിരുന്നു. ഇന്നും ആരാധകർ സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് സൗന്ദര്യയുടേത്. സൂപ്പർ നായികയായതുകൊണ്ട് തന്നെ വലിയൊരു സമ്പത്ത് തന്നെ സൗന്ദര്യക്ക് ഉണ്ടായിരുന്നു. 100 കോടിക്ക് മുകളിലുള്ള സ്വത്തുണ്ടായിരുന്നു സൗന്ദര്യക്കെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ താരത്തിന്റെ മരണശേഷം കുടുംബത്തിനുള്ളിൽ വലിയ കലഹങ്ങൾക്ക് ഈ സ്വത്ത് ഒരു കാരണമായി മാറുകയും ചെയ്തു. സഹോദരൻ അമർനാഥിന്റെ ഭാര്യ നിർമ്മലയും മകനും സൗന്ദര്യയുടെ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത്. സൗന്ദര്യ വിൽപത്രം എഴുതി വച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടാണ് ഇവർ സ്വത്തിൽ വലിയൊരു ഭാഗം ആവശ്യപ്പെട്ടത്. എന്നാൽ വാർത്ത പുറത്തു വന്നതോടെ താരത്തിന്റെ മാതാവും ഭർത്താവും അത് നിഷേധിക്കുകയായിരുന്നു. സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നില്ല. 31 വയസ്സിൽ സൗന്ദര്യക്ക് വിൽപത്രം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയും ഭർത്താവ് രഘുവും കോടതിയിൽ വാദിച്ചത്. പിന്നീട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെന്നും കേസ് പിൻവലിച്ചുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമാ ലോകത്തെക്കാളും വിവാഹം കഴിഞ്ഞ് മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബിനിയെ ജീവിക്കാനായിരുന്നു സൗന്ദര്യ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഭർത്താവ് അടക്കമുള്ളവരുടെ താല്പര്യമാണ് നടിയെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. അന്നും സൗന്ദര്യയുടെ മരണം വലിയ ചർച്ചയാകപ്പെട്ടെങ്കിലും ദുർഗതിയൊന്നും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. 7 മാസം ഗർഭിണിയായിരിക്കെ മരണപ്പെട്ട സൗന്ദര്യയുടെ ദുർഗതി ഇന്നും ഒരു വിങ്ങലോടെയാണ് ഓർമ്മിക്കാൻ സാധിക്കുക.